ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കർ ജയിലിലെത്തിയിരിക്കുകയാണ് ഗൗരികളുടെ ഡ്രസ്സുമായിട്ട്. അപ്പൊ ശങ്കർ അങ്ങോട്ടേക്ക് വന്നു. ശങ്കർ വന്നിട്ട് ആളുടെ ഭയങ്കര പൂസായിട്ടാണ് വരുന്നത്, കയറി വന്നിരിക്കുന്നതൊക്കെ. ഈ സമയത്താണ് ഗൗരി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഗൗരി വന്നപ്പോഴത്തേനും ശങ്കർ എന്ന് വിളിച്ചുകൊണ്ട് ആൾ ഓടി അങ്ങോട്ടേക്ക് വന്നു. പക്ഷെ ശങ്കറിനെ കണ്ടപ്പോഴത്തേനും ഗൗരിക്ക് ആകെ സങ്കടമായി. ശങ്കറിന്റെ ഈ അവസ്ഥ, ശങ്കർ എന്ന് വിളിച്ചെങ്കിലും പക്ഷെങ്കിലും ശങ്കർ ഒരു തവണ മാത്രമേ ഗൗരിയെ നോക്കിയുള്ളൂ. അപ്പോഴത്തേനും ശങ്കറിന്റെ സകല നിയന്ത്രണം വിട്ടു. ഗൗരി എന്താ പറയാ, ജയിലിലെ ആ ഡ്രസ് ഇട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ശങ്കർ എന്ന് വിളിച്ചെങ്കിലും ശങ്കർ കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് അലറി വിളിച്ച് നിന്ന് കരയാൻ തുടങ്ങി. അപ്പോഴേക്കും ശങ്കറിന്റെ സകല നിയന്ത്രണം വിട്ടു. എന്റെ ഈശ്വര, എന്റെ വടക്കുനാഥ, ഞാൻ എന്ത് കാഴ്ചയായി കാണുന്നത്? എന്റെ പെണ്ണിനെ ഞാൻ രാജകുമാരിയെ പോലെ കാണാൻ ആഗ്രഹിച്ചതാ, എന്നിട്ട് ഈ കാഴ്ച നീ എനിക്ക് കാണിച്ചു തന്നല്ലോ. എന്തിനു വേണ്ടിയിട്ടാ എനിക്ക് ഈ കാഴ്ച കാണിച്ചു തന്നത് എന്നൊക്കെ ചോദിച്ച് ശങ്കർ അപ്പുറത്ത് ഭിത്തി പോയി തലയടിച്ച് കരയാണ് നിന്ന്. എന്റെ വടക്കുന്നാഥ, നീ എന്നോട് ഈ ചതി ചെയ്തല്ലോ. എന്റെ പെണ്ണിനെ എന്തിനാ ഈ ഇത് കാണാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ ഇങ്ങനെ വച്ചേക്കുന്നത്? എനിക്കിത് കാണണ്ട എന്ന് പറഞ്ഞു. നിന്റെ ആ തൃക്കണ്ണ് തുറന്ന് എന്നെ ഒന്ന് ഭസ്മമാക്കിത്തോ. എന്റെ ഈ കണ്ണുകളെ ഞാൻ വെറുക്കുവാ ജീവിതത്തിൽ ആദ്യമായി. ഇതെനിക്ക് കുത്തി പൊട്ടിക്കാനാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് ശങ്കർ അവിടെ കിടന്ന് അലറി വിളിച്ചങ്ങ് കരയാണ്. അത്രയ്ക്ക് എന്റെ ജീവിതത്തില് ഞാൻ വെറുത്തുപോയി. നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചതാ. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ചെയ്തു തന്നതല്ലേ, എല്ലാം ഹോമിച്ചതല്ലേ. എന്നിട്ടും നീ എന്നെ ഇങ്ങനൊരു പരീക്ഷണത്തിലേക്ക് എന്തിനാ തള്ളിയിട്ടത് എന്ന് ചോദിച്ച് ഭയങ്കര കരച്ചില് ശങ്കറെ എന്ന് വിളിച്ചിട്ട് ശങ്കർ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഈ സമയത്താണ് ഗൗരി ഓടി നേരെ സെല്ലിലേക്ക് തിരിച്ചെത്തിയിട്ടോ, ശങ്കറിനെ കാണാൻ വന്നിട്ട്. എന്നിട്ട് ഗൗരിയും ആ സെല്ലിന്റെ ഇതിലൊക്കെ തലയടിച്ചിട്ട് ഇങ്ങനെ ഒച്ചയ്ക്ക് നിലവിളിച്ച് കരയാണ്. അപ്പോഴാണ് നമ്മുടെ സേതുലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് വന്നത്. മോളെ, നീ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ചോ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ അമ്മ. എന്റെ ശങ്കർ എന്നെ ഈ വേഷത്തിൽ കണ്ടിട്ട് തലയടിച്ച് കരയാണ്. എന്റെ ശങ്കർ കരയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അമ്മേ. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ കരച്ചില് അതെനിക്ക് സഹിക്കാൻ പറ്റണില്ല അമ്മേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മോളെ, ഈ ജയിൽ വേഷത്തില് ഞാൻ ശങ്കറിന് മുന്നിലേക്ക് പോവാൻ പാടില്ലായിരുന്നു. അത് തെറ്റായിപ്പോയി. ശങ്കർ വന്നു എന്നറിഞ്ഞപ്പോഴത്തേനും കാടാനുള്ള കൊതി കൊണ്ട് ഞാൻ മറ്റൊന്നും ഓർക്കാതെ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നത്. എന്നെ ഒരു നോക്കം മാത്രമേ എന്റെ ശങ്കർ നോക്കിയുള്ളൂ. പിന്നെ എന്നെ നോക്കിയതേ ഇല്ല. പിന്നെ ഞാൻ കേട്ടത് ശങ്കറിന്റെ ഹൃദയം പൊട്ടിയുള്ള ആ നിലവിളി മാത്രം ഞാൻ കേട്ടത്. പോട്ടെ മോളെ, നീ സങ്കടപ്പെടാതെ എന്നൊക്കെ പറഞ്ഞ് ഈ അമ്മ ഇങ്ങനെ ആശ്വസിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നന്ദനയും മെഹറും പ്രീതിയൊക്കെ കൂടെ വരുന്നത്. ഓഹോ, എന്താ കരച്ചില് അല്ലേ? ഇവളുടെ കരച്ചിൽ ഉണ്ടാ മതിയല്ലോ. കള്ളനോട്ട് കോടതി കൊടുത്തപ്പം ഓർത്തില്ല ഇങ്ങനെയൊക്കെ പണി വരുമെന്ന്. ഓ, അവക്ക് മാത്രമേ ഉള്ളൂ ഭർത്താവ്, അവക്ക് വെറുതെ ഷോ, അല്ലാണ്ട് പിന്നെ എന്താ എന്നിങ്ങനെ ചോദിച്ചോ. ഈ പാമ്പും കൊച്ചിനെ വിഷമിപ്പിച്ച നിങ്ങൾക്ക് എന്ത് സന്തോഷം കിട്ടുന്നത് എന്ന് ചോദിച്ച അമ്മ. അതിന് വയറ്റിലുള്ളതാ. നമ്മൾ പെണ്ണുങ്ങളെ അതെങ്കിലും ഒന്ന് ഓർത്ത് നോക്കണ്ടേ. സ്വന്തം മോനെ കൊന്ന നിങ്ങൾ തന്നെ ഇങ്ങനെ തന്നെ പറയണം എന്ന് സേതുലക്ഷ്മി അമ്മയോട്. അതിനിപ്പം നിങ്ങൾക്കെന്താ? ഞാനല്ലേ, പിന്നെ എന്റെ അല്ലേ ഞാൻ കൊന്നത്. കൊന്നെങ്കിൽ കൊന്നു, അതിനിപ്പം നിനക്കൊക്കെ എന്താ എന്ന് ചോദിച്ചോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് സേതുലക്ഷ്മി അമ്മേനെ ഇങ്ങനെ ഗൗരി നോക്കുകയാണ്. ഇത് ചെയ്ത് കാണുമോ എന്നുള്ള മട്ടിൽ ഇങ്ങനെ സഹായമായിട്ട് നോക്കിയപ്പോ സേതുലക്ഷ്മി അമ്മ കുറച്ചു നേരം നിന്നിട്ട് അങ്ങോട്ടേക്ക് റൂമിലേക്ക് പോയി കേട്ടോ. എന്നിട്ട് ഗൗരി വീണ്ടും അവിടെ നിന്ന് കരഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് എന്താ പറയാ, ശ്യാം സാറിന്റെ വീട്ടിലാണ്. അപ്പൊ ആരാണ്ട് കോളിംഗ് ബെല്ലടിക്കുന്നു രാത്രി ആയപ്പോഴത്തേനും. അപ്പം നേരെ ചെന്ന് മുത്തശ്ശി വാതിൽ തുറന്നപ്പോ ശങ്കറാണ് നിൽക്കുന്നത്. ശങ്കറിനെ കണ്ട് മുത്തശ്ശി ഒന്ന് ഞെട്ടിപ്പോയി. മോനെ ശങ്കറെ, ഇതെന്താ നിനക്ക് പറ്റിയത്? എനിക്ക് വേണിമോളെ ഒന്ന് കാണണം. മുത്തശ്ശി വേണിമോളെ എന്ന് വിളിച്ചേ, വേഗം വേണോട്ടോ എന്ന് പറഞ്ഞു. മോനെ ശങ്കരെ, ഇതെന്താ മോനെ നിന്റെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് വേണിയും അങ്ങോട്ടേക്ക് വന്നു. ഏട്ടാ എന്താ ഇത് എന്ന് ചോദിച്ചു. വേണിമോളെ, ഏട്ടാ എന്തുട്ടാ ഇത് എന്ന് ചോദിച്ചു. എന്താ പറ്റിയത് എന്റെ വേണിമോളെ എന്ന് വിളിച്ചു. എന്താ ഇത് ഏട്ടന് ഈ കോലം ഇതെന്താ എന്ന് ചോദിച്ചു. എന്താ പറ്റിയത് ഏട്ടന്? മോളെ, അവൻ എന്തോ പറയാൻ തുടങ്ങുന്നുണ്ട്, നീ അതൊന്ന് കേൾക്ക്. ഏട്ടൻ എന്താ പറയാൻ വന്നത്? വേഗം പറ എന്ന് പറഞ്ഞു കേട്ടോ. പറയാം, ഏട്ടൻ പറഞ്ഞു ധൈര്യമായിട്ട്. ഏട്ടന് വിശക്കാ വേണിമോളെ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേനും എന്റെ ചങ്ക് തകർന്നു പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാല് ഏട്ടനൊന്നും കഴിച്ചിട്ടില്ല.
കുറെ ദിവസമായി കഴിച്ചിട്ട് വിശക്കണു എന്ന് പറഞ്ഞു. അതെ മോള് എന്തെങ്കിലും ഇവിടെ കാണോ കഴിക്കാനായിട്ട് എന്നുള്ള മട്ടിലൊക്കെ കേട്ടോ കുടല് കത്തുക അതുകൊണ്ടാ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ മുത്തശ്ശിക്ക് സങ്കടമായി. എന്റെ ഈശ്വര ശങ്കറിന്റെ അവസ്ഥ. അപ്പൊ ഇത് കണ്ട വേണിമോളെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് മോളെ ആശ്വസിപ്പിച്ചു. വേണിമോളെ നീ കരണ്ട കേട്ടോ, എനിക്ക് വിശക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ശങ്കറിനെ ഇവർ രണ്ടുപേരുടെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് നേരെ ഒരു കല്ലിൽ കൊണ്ടിരുത്തിയിട്ട് തല വഴി വെള്ളം കോരി ഒഴിക്കുകയാണ് വേണി. എന്നിട്ട് വേണി മഴ പെയ്യുന്നുണ്ടോടി, ഇത് മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. മൊത്തം അല്ല ദേഹത്ത് മൊത്തം വെള്ളം വീണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് വേണി തലയൊക്കെ തോർത്തി. വേണിമോളെ നീ എന്തിനാ കരയണത്? കരയല്ലേ വേണിമോളെ, നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട കേട്ടോ. നിന്റെ കരച്ചിൽ കാണാനായിട്ട് എനിക്ക് വയ്യ കേട്ടോ. നിന്നെ മാത്രമല്ല ആരുടെയും കാണാൻ എനിക്ക് പറ്റില്ല. അതെ, ആരോട് ചെയ്ത പാവത്തിന്റെ ഫലമായ എന്റെ ദൈവമേ ഞങ്ങൾ ഈ അനുഭവിക്കുന്നത്. വേണിമോളെ നീ കരയല്ലേ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ വേണിമോളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ആ ശങ്കര ആകെ ഫിറ്റാണ് ആള്. എന്നിട്ട് പിന്നെ അങ്ങോട്ടേക്ക് ചെന്നു. എന്നിട്ട് തലയൊക്കെ തോർത്തി റൂമിൽ എന്താ പറയാ ഡൈനിങ് ടേബിളിൽ കൊണ്ടിരുത്തി. എന്നിട്ട് വേണി ഭക്ഷണം എടുത്തോണ്ട് വരുവാണ് ശങ്കറിന്. എന്നിട്ട് ഈ ഭക്ഷണം കൊണ്ട് മുന്നിൽ വെച്ചപ്പോഴത്തേനും ശങ്കർ അതിങ്ങനെ നോക്കിയിരിക്കുക. എന്താ ഏട്ടൻ എന്താ ഇതിങ്ങനെ നോക്കിയിരിക്കണത് എന്ന് ചോദിച്ചു. ഞാൻ ഏട്ടന് വാരിത്തരാം, അല്ലെങ്കിൽ ഏട്ടൻ കഴിക്കില്ല എന്ന് പറഞ്ഞ് വേണി വേഗം എടുത്ത് എന്നിട്ട് വാരി കൊടുക്കുകയാണ് നമ്മുടെ ശങ്കറിന്. ഇതാ വാങ്ങ് എന്ന് പറഞ്ഞു. ഈ സമയത്താണ് നന്ദിനി വന്ന് നമ്മുടെ വേണിയുടെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ്. ശങ്കറിന് വായിലേക്ക് ഉള്ള വെക്കാൻ തുടങ്ങിയപ്പോഴത്തേനും നന്ദിനിയമ്മേ എന്തീ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. എന്റെ കൈ വിട് എന്ന് പറഞ്ഞു. എന്നിട്ട് നന്ദിനി ഈ വേണിയെ കൊണ്ട് ആ കയ്യിലിരുന്ന ചോറ് ഈ പാത്രത്തിലേക്ക് തട്ടി വെച്ചു. എന്നിട്ട് ആ പാത്രത്തിലെ ചോറ് അങ്ങോട്ടേക്ക് നിർബന്ധിച്ചു വാങ്ങുക. നന്ദിനിയമ്മേ എന്തുട്ടായി കാണിക്കുന്നത് എന്ന് ചോദിച്ചു. ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞത്, ഇത് ഏട്ടനുള്ള ആഹാരമാ, ഇതെന്റെ കയ്യിന് പിടിച്ചു വാങ്ങരുത് കേട്ടോ നന്ദിനിയമ്മേ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞത്, ഇത് ഞാൻ ഉണ്ടാക്കിയ ആഹാരമാ എന്ന് പറഞ്ഞു. എന്റെ മോളെ ഈ അവസ്ഥയിലാക്കിയ ഇവൻ ഞാൻ ഉണ്ടാക്കിയ ആഹാരം കഴിക്കാൻ പാടില്ല നന്ദിനിയമ്മേ എന്ന് വിളിച്ചു. അപ്പൊ നന്ദിനി എന്ന് വിളിച്ചു. മുത്തശ്ശി ഇറങ്ങ, ഇപ്പൊ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ദേ ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. ഇങ്ങോട്ട് കേറാൻ വരാനായിട്ട് നിനക്ക് ഒരു നാണക്കേടും തോന്നിയില്ലേ ശങ്കറെ? ഇറങ്ങടാ, ഇപ്പൊ ഇറങ്ങണം എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ശങ്കറിനെ പിടിച്ച് തള്ളുകയാണ് കേട്ടോ. നന്ദിനി നീ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ചു. നന്ദിനി അമ്മേ എന്റെ ഏട്ടനെ ഈ അവസ്ഥയിൽ ഇവിടുന്ന് ഇറക്കി വിടരുത്, ഒരാളും ഇവന് വേണ്ടി വക്കാലത്ത് പറയരുത്, ഇറങ്ങി പോടാ ഇവിടുന്ന് എന്ന് പറഞ്ഞു. നന്ദിനിയമ്മയുടെ കാല് ഞാൻ പിടിക്കാം, പക്ഷെ എന്റെ ഏട്ടനെ ഈ അവസ്ഥയില് ഇവിടുന്ന് ഇറക്കി വിടരുത് പ്ലീസ് നന്ദിനിയമ്മേ. വിശന്ന് വന്നാ ഞാൻ ഒരു ഉരുള ചോറ് ഞാൻ വാരി കൊടുത്തോട്ടെ നന്ദിനിയമ്മേ എന്ന് പറഞ്ഞു. സമ്മതിക്കില്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് പച്ച വെള്ളം പോലും ഇവന് കൊടുക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു നന്ദിനി. വേണിമോളെ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഏട്ടൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. ഞാനേ തെറ്റ് ചെയ്തവനാ, അതുകൊണ്ട് നന്ദിനിയമ്മേ ഞാൻ പൊക്കോളാട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ശങ്കർ ആകെ സങ്കടപ്പെട്ട് വേണിമോളെ ഏട്ട പോവാട്ടോ, മോള് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് വേണിയോട് യാത്രയൊക്കെ പറഞ്ഞ് ശങ്കർ അങ്ങോട്ടേക്ക് ഇറങ്ങി കേട്ടോ. അപ്പൊ നന്ദിനിയുടെ ക്രൂരത ഭയങ്കര ക്രൂരതയായിപ്പോയി. ഇത് സഹിക്കാൻ വേണിക്ക് പറ്റിയതേ ഇല്ല കേട്ടോ. വേണി പുറകെ ഏട്ട എന്നൊക്കെ പറഞ്ഞ് ചെന്നെങ്കിലും ശങ്കർ അങ്ങ് പോയി കേട്ടോ. അപ്പൊ വേണി ആ മുറ്റത്ത് ഉമ്മർത്തിരുന്ന് ഇങ്ങനെ നിന്ന് അലമുറയിട്ട് കരയാണ്. ആ ശങ്കറിന്റെ അവസ്ഥയെ അങ്ങനെ ഒരുപടി ചോറ് വാരി കൊടുക്കാൻ പോലും നന്ദിനി സമ്മതിച്ചതേ ഇല്ല. അതൊക്കെ ഓർത്ത് ചങ്ക് പൊട്ടിയാണ് നമ്മുടെ വേണി കരയുന്നത് കേട്ടോ. എന്നിട്ട് ശങ്കർ സഹിക്കാൻ പറ്റാതെ അങ്ങ് പോയി. മുത്തശ്ശിക്കും അതുപോലെ വിഷമായി പോയി ശങ്കറിനെ ഓർത്ത്. അവിടെ നിന്നിട്ട് നന്ദിനി അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് നേരെ ശ്യാമിന്റെ അടുത്തേക്ക് വന്നു. ശ്യാമേട്ടാ എന്ന് വിളിച്ചുകൊണ്ടാണ് കരയണത്. എന്താ നന്ദിനി, എന്തു പറ്റി തനിക്ക്, എന്തിനാ കരയണത്, എന്തിനാ കരയണത് എന്ന് ചോദിച്ചു. ശ്യാമേട്ടാ ഞാന് ആഹാരത്തിന്റെ മുന്നിൽ നിന്ന് ശങ്കറിനെ ഞാൻ ഇറക്കി വിട്ടു ശ്യാമേട്ടാ എന്ന് പറഞ്ഞു. നന്ദിനി താൻ എന്ത് പണിയെ കാണിച്ചത് എന്ന് ചോദിച്ചു. താൻ എന്താ ഈ ചെയ്തത് എന്ന് ചോദിച്ചു. എന്താ നന്ദിനി ഇങ്ങനെ ആയിപ്പോയത്? ദൈവമേ, ഞാൻ ഇത്രയും വലിയൊരു തെറ്റാണല്ലോ ഞാൻ ചെയ്തത്. എടോ തനിക്ക് എങ്ങനെയാ അതിന് കഴിഞ്ഞത്? നമ്മുടെ മോളെ കുറിച്ച് മാത്രമേ ഞാൻ അപ്പൊ ആലോചിച്ചുള്ളൂ. എന്റെ മനസ്സ് നിറയെ ഗൗരിയുടെ മുഖം മാത്രമായിരുന്നു. പക്ഷേ ഇങ്ങനെ അപ്പോ ഞാൻ അവൾ അനുഭവിക്കുന്ന ആ കഷ്ടപ്പാട് അതായിരുന്നു. ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നു പോയി എന്റെ ശ്യാമേട്ട. ഇനി എനിക്ക് എന്റെ നിയന്ത്രണം എന്റെ കയ്യിൽ നിന്ന് തന്നെ പോയി. ഞാൻ ഒരിക്കലും അവനോട് ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ അവനോട് ചെയ്തു പോയല്ലോ ശ്യാമേട്ട എന്ന് പറഞ്ഞ്
നന്ദിനി ശ്യാമിനെ കെട്ടിപ്പിടിച്ചു നിന്ന് കരയാണ് കേട്ടോ. അപ്പൊ ശ്യാം അത് വല്ലാത്തൊരു സങ്കടമായി പോയി ശ്യാമിന്. ഇങ്ങനൊരു ഇത് നന്ദിനി ചെയ്യുമെന്ന് ഒരിക്കലും പോലും വിചാരിച്ചതേ ഇല്ല. പിന്നെ കാണുന്നത് നമ്മുടെ ധ്രുവനെയും അതുപോലെ തന്നെ ഷാനും കിരണും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ ഷാൻ ഓടി വന്നിട്ട്, വന്നേ എന്റെ മച്ചാനെ ഒരു കൺകുളിർക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം എന്ന് പറഞ്ഞ ഇവന്മാരെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോവാണ്. ഇവന്മാരിന് ഇടണം അടിച്ചടിച്ച് ഇങ്ങനെ വരുവാണ്. അപ്പോഴാണ് നമ്മുടെ ശങ്കർ ഭായ് ദേണ്ട ബുള്ളറ്റിൽ ഇരുന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ദേ നോക്കിക്കേ, അങ്ങ് നോക്കാ കാഴ്ച എന്ന് ചോദിച്ചു. ഓഹോ, എന്തൊരു സന്തോഷം! ഇമാർക്ക് ഭയങ്കര സന്തോഷമായി. ഒരു പിടുത്തമായിട്ടില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇപ്പോഴാണെങ്കിൽ ബാർ അടച്ചിട്ടും ഉണ്ടാവും. ഇനി എന്ത് ചെയ്യും എന്നോർത്ത് ശങ്കർ ഇങ്ങനെ നിൽക്കുക. മച്ചാമാരെ, നമ്മുടെ കൊമ്പന്റെ അവസ്ഥ കണ്ടോ നീ എന്ന് ചോദിച്ചു. കൊള്ളാല്ലേ, നല്ല സൂപ്പർ ആയിട്ടുണ്ട് കൊമ്പന്റെ ഈ അവസ്ഥ. ആ പാവത്തിന് നമുക്കൊന്നും സഹായിച്ചാലോടാ എന്ന് ചോദിച്ചു. അപ്പൊ കിരണേ, നിനക്ക് ഞാനൊരു അവസരം തരിക. ഒരു പുണ്യ പ്രവൃത്തി നീ ചെയ്യാനായിട്ടാ നിനക്കൊരു അവസരം തരുന്നത്. ഇതാ ഇത് പിടി എന്ന് പറഞ്ഞു. അപ്പൊ കയ്യിലിരുന്ന് ഒരു കുപ്പി എടുത്ത് നമ്മുടെ കിരണിന്റെ കയ്യിലേക്ക് കൊടുത്തു. നമ്മുടെ ശങ്കർ ഭായിക്ക് സ്വർഗത്തിലേക്കുള്ള വിസയാണ്. ഇതാ ഞാൻ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത്. നീ ഇത് വാങ്ങിക്കോ എന്ന് പറഞ്ഞു ഒരു കുപ്പി ഇത് കിരണിന്റെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തു കേട്ടോ. ഇത് ശങ്കറിന് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ എന്നിട്ട് ശങ്കറിനെ ബോൾ തട്ടാനുള്ള പരിപാടി ചെയ്യണം. എന്നാ നീ വിട്ടോ. അപ്പൊ ശങ്കർ വഴിക്കെടുത്ത് പോവാൻ തുടങ്ങിയപ്പോഴത്തേനും ശങ്കർ ഭായി എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലാണ്. ഏതട ചക്ക നീ? നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നിനക്ക് എങ്ങനെ എന്നെ അറിയാം? ശങ്കർ ഭായി അറിയാത്തത് ആരാ ഉള്ളത് എന്നിവൻ ചോദിച്ചു. അങ്ങനെയല്ലേ? അപ്പൊ ശങ്കർ ഭായി ഇങ്ങനെ കുറെ നേരം ആലോചിച്ചു നിന്നു. എന്നിട്ട് കുപ്പി എടുത്ത് കൊടുക്ക എന്നിങ്ങനെ ധ്രുവം കാണിച്ചു. അപ്പൊ കുപ്പി എടുത്ത് ഇവൻ ഇങ്ങനെ ശങ്കറിനെ കാണിക്കുകയാണ്. ഇത് കണ്ടപ്പോഴത്തേനും ശങ്കറിന് ആക്രാന്തം മൂത്ത പോലെ ആയിപ്പോയി. ശങ്കർ എടാ മോനെ അതിങ്ങ് താടാ, ശങ്കർ ഭായിക്ക് ഇങ്ങ് താടാ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവൻ കൊച്ചുകുട്ടികളായിട്ട് കളിപ്പിക്കുന്നത് പോലെ കൊടുക്കാതെ ഇങ്ങനെ മുന്നിൽ വെച്ച് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. വടക്കുന്നാഥനായിട്ടോ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ശങ്കർ ഭായിക്ക് താമോനെ എന്നൊക്കെ പറഞ്ഞു. എന്താ നിനക്ക് വേണ്ടത്? പൈസ വേണം. പൈസ എത്ര വേണേലും നിനക്ക് തരാട്ടോ എന്നൊക്കെ പറഞ്ഞ് പോക്കറ്റ് ചെയ്യുന്ന പൈസയൊക്കെ എടുത്ത് ഇവന് കൊടുത്തു. മുഴുവൻ നീ എടുത്തോ, ഒന്നും എനിക്ക് വേണ്ട, പക്ഷെ എനിക്കിത് വേണം എന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെ ഇവൻ കുറേ നേരം കളിപ്പിച്ചു. എന്നിട്ട് ശങ്കറിന്റെ കയ്യിലേക്ക് കൊടുത്തു. ശങ്കർ ഇത് വാങ്ങിച്ചിട്ട് മൊത്തം ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.